ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8 മണിക്കിടുന്ന കറണ്ട് അഫയർ സെക്ഷനാണിത്. ഓരോ സെക്ഷനിലും 10 ക്വസ്റ്റ്യൻസ് വീതമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിപ്പോൾ സെറ്റ് 18 ആണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ എല്ലാ സെക്ഷനും എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, കാണുക. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഓരോ സെക്ഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വീതമാണ് ഇടുന്നത്. ജസ്റ്റ് ചോദ്യം നോക്കുക, ഉത്തരം പഠിക്കുക, അതിനുശേഷം അതൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം കറണ്ട് അഫെയർ ആണ്, നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, അടൽ തുരങ്കം പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത മലയാളി ചീഫ് എഞ്ചിനീയർ. ഉത്തരം KP പുരുഷോത്തമൻ. അടൽ തുരങ്കം പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത മലയാളി ചീഫ് എഞ്ചിനീയർ KP പുരുഷോത്തമൻ. പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, അടൽ തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലഡാക്കിലെ ലേയെയുമാണ്. കൂടാതെ അടൽ തുരങ്കവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളൊക്കെ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ അടൽ തുരങ്കം ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് അറിയാവുന്നവർ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, നിലവിലെ പ്രതിരോധ മന്ത്രി. രാജ്നാഥ് സിംഗ്. നിലവിലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി? 13ാമത്തെ. ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി. ഇതൊരു കറണ്ട് അഫെയർ അല്ല, പക്ഷേ പ്രണബ് കുമാർ മുഖർജി അന്തരിച്ചത് 2020 ഓഗസ്റ്റ് 31-നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പറ്റിയുള്ള പ്രധാന വസ്തുതകൾ പറയുന്നത് കേട്ടോ. പ്രീവിയസ് സെക്ഷനിലും അത് പറഞ്ഞിരുന്നു, അദ്ദേഹം എഴുതിയ ബുക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാവരും പഠിച്ചു എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. COVID-19 തുടർന്ന് വിദേശത്തകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി സമുദ്രസേതു. ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടിയാണ് സമുദ്രസേതു. വന്ദേ ഭാരത് ദൗത്യത്തെ പറ്റിയൊക്കെ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പഠിച്ചിരുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, COVID-19 പശ്ചാത്തലത്തിൽ ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രാം റീസ്റ്റാർട്ട്. ഓക്കെ, ആന്ധ്രാപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രാമാണ് റീസ്റ്റാർട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പദ്ധതികൾ വന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും COVID-19 ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൺഫ്യൂഷനായിട്ട് മാറിപ്പോകും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ജസ്റ്റ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നെങ്കിലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറിപ്പോകില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രാമാണ് അത് റീസ്റ്റാർട്ട്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ CDS ബിപിൻ റാവത്ത്. ഏഴാമത്തെ ചോദ്യം, 2020 മെയ്യിൽ കൊൽക്കത്തയിലും ബംഗ്ലാദേശിലും വൻ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയ ചുഴലിക്കാറ്റിന്റെ പേര്? അംഫാൻ. 2020 മെയ്യിൽ കൊൽക്കത്തയിലും ബംഗ്ലാദേശിലും വൻ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയ ചുഴലിക്കാറ്റിന്റെ പേര് അംഫാൻ. ഇനി എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഡയേറിയ തടയുന്നത് ലക്ഷ്യമാക്കി റോട്ടവാക് 5 വാക്സിൻ വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? ഭാരത് ബയോടെക്. ഇപ്പോൾ റോട്ടവാക് 5 വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ബുദ്ധമതക്കാർ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലഡാക്ക് ആണ്. ലഡാക്ക്. പത്താമത്തെ ചോദ്യം, നിലവിലെ കേരള ലളിതകല അക്കാദമി ചെയർമാൻ? നേമം പുഷ്പരാജ്. നോട്ട് ചെയ്യണം, കേരള ലളിതകല അക്കാദമി ചെയർമാനാണ് നേമം പുഷ്പരാജ്. ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.